14 രാജ്യങ്ങൾക്ക് ഒരു വർഷത്തെ മൾട്ടിപ്പിൾ എൻട്രി വിസ സൗദി അറേബ്യ സ്റ്റോപ്പ് ചെയ്തു. ആ ഒരു മെസ്സേജ് നിങ്ങൾക്ക് കിട്ടിയില്ലേ? എന്നാലേ അതിന്റെ സത്യാവസ്ഥ കൂടി ഒന്ന് മനസ്സിലാക്കുക. ഏകദേശം 14 രാജ്യങ്ങൾ: എത്യോപ്യ, ജോർദാന്, ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അൾജീരിയ, സുഡാൻ, ഇറാഖ്, മൊറോക്കോ, യമൻ, ഇന്തോനേഷ്യ, ടുണേഷ്യ, ഈജിപ്ത്, നൈജീരിയ. അപ്പൊ ഇന്ന് വൈകുന്നേരം മുതൽ വാട്സപ്പും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ഈ ഒരു ന്യൂസ് ആണുള്ളത്. അപ്പൊ ഇതിനെ പറ്റിയിട്ട് ജവാസാത്തിന്റെ അടുത്ത് നിന്ന് ഔദ്യോഗികമായിട്ട് യാതൊരു തരത്തിലുള്ള സ്ഥിരീകരണവും വന്നിട്ടില്ല. നോർമലി നമ്മൾ ഈ ഒരു വിസ ആപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് മൾട്ടിപ്പിൾ എൻട്രി ഉള്ളിടത്ത് സിംഗിൾ എൻട്രി എന്നുള്ളത് മാത്രമാണ് വരുന്നത്. അത് കണ്ടിട്ടായിരിക്കാം ഇങ്ങനെ ഒരു പോസ്റ്റർ വന്നത്. ഇപ്പൊ മലയാളത്തിൽ ഇംഗ്ലീഷിലും ഇത് പ്രചരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പല ആളുകളും ഇത് നമുക്ക് തന്നെ അയച്ചു തന്നിട്ട് എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്നൊക്കെ ചോദിച്ചിട്ടായിരുന്നു. ജവാസാത്തിന്റെ ഭാഗത്തുനിന്ന് ഇതിൽ ഒഫീഷ്യലായിട്ട് യാതൊരു അനൗൺസ്മെന്റും ഇല്ലാത്ത സ്ഥിതിക്ക് ഇതൊരു ഫേക്ക് ആയിട്ടുള്ള ന്യൂസ് ആയിട്ടാണ് മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും സിസ്റ്റത്തിന്റെ തകരാറിന്റെ ഭാഗമായിട്ടായിരിക്കും ചിലപ്പം ആ ഒരു സിസ്റ്റത്തില് സിംഗിൾ എൻട്രി എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ കാണിക്കുന്നത്. അത് മൾട്ടിപ്പിൾ എൻട്രി ആയിട്ട് കാണിക്കുന്നില്ല. ഒരു പക്ഷെ അത് കണ്ടിട്ടായിരിക്കാം ഇങ്ങനെ ഒരു പോസ്റ്റർ ഇംഗ്ലീഷിലും മലയാളത്തിലായിട്ട് പ്രചരിക്കുന്നത്. ഒരുപാട് ആളുകൾ നമുക്കിത് അയച്ചു തന്നിരുന്നു. ഇനി എന്താ ചെയ്യുക, ഇനി എപ്പോഴാണ് ഇത് ഓപ്പൺ ആവുക എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ തൽക്കാലം ഇതിനെ പറ്റി ആരും പേടിക്കേണ്ടതായിട്ടില്ല. ഇതൊരു ഫേക്ക് ആയിട്ടുള്ള ന്യൂസ് ആയിട്ടാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ സിസ്റ്റം ഒരു പക്ഷെ ശരിയായി കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ എൻട്രി വിസ സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തില് ഒരു നിയമം സൗദി അറേബ്യ ഒഫീഷ്യലായിട്ട് അനൗൺസ്മെന്റ് ചെയ്തിട്ടില്ല എന്നിരിക്കെ ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ നമ്മൾ ഷെയർ ചെയ്യാതിരിക്കുക. കൂടുതൽ അപ്ഡേറ്റുകൾ കിട്ടാൻ നമ്മളെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ള ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. ബൈ.